കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ KSKTU CITU കേരള കർഷക സംഘം സംയുക്ത പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കയറാടി പട്ടുകാട് നിന്നാരംഭിച്ച പ്രകടനം കയറാടി പാൽ സൊസൈറ്റിക്ക് മുന്നിൽ സമാപിച്ചു. സംയുക്ത പ്രതിഷേധ സമരം CPIM കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ K. കണ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അതിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് ഇന്ത്യക്കാകെ മാതൃകയായിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും എല്ലാ മേഖലയ്ക്കകത്തും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന വികസനത്തിലും എല്ലാം തന്നെ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായി ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു കൊച്ചു സംസ്ഥാനമായി കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പേര് പോലും ബഡ്ജറ്റിനകത്ത് ഉച്ചരിക്കാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 14 പട്ടിക കേന്ദ്ര BJP ഗവൺമെൻറ് കേന്ദ്ര ധനകാര്യ വകുപ്പിന് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ കേരളത്തിന് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും ബഡ്ജറ്റിൽ വകയിരുത്താൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. BJP ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തകർക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വർഗമായിട്ടുള്ള BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കയറാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഘു അധ്യക്ഷനായി. കയറാടി ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി നേതാവുമായ ഗംഗാധരൻ, അയലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുഷ്പാകരൻ, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം PV രാമകൃഷ്ണൻ, KSKTU CITU കേരള കർഷക സംഘം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM കയറാടി ലോക്കൽ കമ്മിറ്റി അംഗവും KSKTU അയലൂർ വില്ലേജ് സെക്രട്ടറിയുമായ ചാന്ദ മുഹമ്മദ് നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.